അമേരിക്കക്ക് വലിയൊരു നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് US നേവി വിമാനങ്ങൾ കൂട്ടിയിടിച്ചതാണ് കാരണം. അതായത് ഒരു സൈനിക അഭ്യാസത്തിനിടെ EA-18G എന്ന് പറയുന്ന രണ്ട് US നേവി വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുകയും അവസാനം പൈലറ്റ്മാർ പാരച്യൂട്ടിൽ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിൽ വെസ്റ്റേൺ ഇദാഹെ വ്യോമാഭ്യാസത്തിനിടെയാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു നാണക്കേടായിട്ട് മാറുന്നത്? അതായത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. ഒരു സൈനിക അഭ്യാസത്തിനിടെ രണ്ട് എയർക്രാഫ്റ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുക, അപകടം പറ്റുക, അതേപോലെ തന്നെ പൈലറ്റുമാർ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇപ്പൊ ഇത് നാണക്കേടാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? സൈനിക അഭ്യാസങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു വാറിന് മുന്നേയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ എത്രത്തോളം ക്യാപ്പബിൾ ആണ് ത്രെട്ടിനെ നേരിടാൻ, ഇവർക്ക് എവിടേക്കാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത്, ഇവരെവിടേക്കാണ് ലാക്ക് ആവുന്നത്, ഇവരുടെ ടൈമിങ് ഇവർ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്തൊരു പരിപാടിയാണ് ഈ സൈനിക അഭ്യാസം എന്ന് പറയുന്നത്. അതായത് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സഹകരണത്തോടെയൊക്കെ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്താറുണ്ട്, എത്രത്തോളം ക്യാപ്പബിൾ ആണെന്ന് അറിയിക്കാൻ. മാത്രമല്ല, ശത്രുക്കളെ ഞങ്ങൾ ഇതിനെല്ലാം ക്യാപ്പബിൾ ആണ്, നിങ്ങൾ ഞങ്ങളെ കണ്ട് പേടിക്കണം, ഞങ്ങൾക്ക് ഇതെല്ലാം പറ്റുന്ന ആൾക്കാരാണെന്നുള്ളത് ശത്രുക്കളെ അറിയിക്കാൻ കൂടിയാണ് ഇങ്ങനത്തെ സൈനിക അഭ്യാസം നടത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സൈനിക അഭ്യാസത്തിലൂടെ യഥാർത്ഥത്തിൽ ആരെയാണ് പേടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും, അല്ലെങ്കിൽ ആർക്കെതിരെ ഉള്ള ക്യാപ്പബിലിറ്റി ആയിരിക്കും ഇവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? അത് ഇറാനെതിരെയുള്ള കാപ്പബിലിറ്റി ആണെന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന രണ്ട് ഫൈറ്റർ ജെറ്റുകൾ വന്നിട്ട് പരസ്പരം കൂട്ടിമുട്ടി തകർന്നടിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പൊ USS എബ്രഹാം ലിങ്കൻ പോലെയൊക്കെയുള്ള എയർക്രാഫ്റ്റ് കാരിയർ കപ്പലുകളിൽ 10-30ഓളം ഇത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളെയും എയർക്രാഫ്റ്റുകളെയൊക്കെ ഇവർ ക്യാരി ചെയ്യാറുണ്ട്. അങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് ഇന്ന് ഇറാന്റെ ഏറ്റവും തൊട്ടടുത്തായിട്ട് ഇവർ ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം പറന്നുയരേണ്ട, അതിൽ നിന്നെല്ലാം വാറിൽ പങ്കെടുക്കേണ്ട, അതേപോലെ തന്നെ ഏറ്റവും പ്രിസിഷൻ അറ്റാക്ക് നടത്തേണ്ട നേവിയുടെ വിമാനങ്ങളാണ് ഇപ്പൊ ഈ പണി പറ്റിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവർ എത്രത്തോളം ക്യാപ്പബിൾ ആണ് ഇവരൊരു അറ്റാക്കിലോട്ട് പോകുന്ന സമയത്ത്. അതായത് ഇപ്പോൾ ഒരു വിമാനം അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ നിന്നും അതിന് കവർ കൊടുക്കുന്ന വേറെ വിമാനം ഉണ്ടാവും. ഇത് രണ്ടും കൂടെ പോയി കൂട്ടിയിടിച്ച് മൊത്തത്തിൽ കൊളൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ന്യൂസ് നമ്മൾ വിശദമായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, അമേരിക്കയിലെ വെസ്റ്റേൺ ഇദാഹെ നടന്ന വ്യോമാഭ്യാസത്തിനിടെ US നേവി വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. EA-18G ഗ്രേ ലേസറാണ് കൂട്ടിയിടിച്ചത്. പൈലറ്റുമാർ 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അഭ്യാസത്തിനിടെ അവിചാരിതമായി വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു എന്ന് പസഫിക് ഫ്ലീറ്റിന്റെ നേവൽ എയർഫോഴ്സ് വക്താവ് അമേലിയ അറിയിച്ചു. പൈലറ്റുമാർ പാരാഷൂട്ട് വിടർത്തി ചാടിയെന്നും 4 പേരും സുരക്ഷിതരാണെന്നും അവർ സ്ഥിരീകരിച്ചു. ആർക്കും പരിക്കില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നു. അപകടത്തെ തുടർന്ന് ശേഷിക്കുന്ന വ്യോമാഭ്യാസം റദ്ദാക്കി. അപ്പോൾ അടുത്ത വ്യോമാഭ്യാസത്തിന് പോകാൻ വേണ്ടിയിട്ട് ധൈര്യമില്ല, ഇനി അടുത്തതും കൂടെ തകർന്നു വീണ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള അവസ്ഥയാണ്. അപകടത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ആകാശത്ത് 4 പാരഷൂട്ടുകൾ വിടർന്നതും വിമാനങ്ങൾ കത്തിയമരുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ. FA-18 സൂപ്പർ ഹോർനെറ്റ് വിമാനത്തിന്റെ വകഭേദമാണ് EQ-18G. ഈ സൂപ്പർ ഹോർനെറ്റ് വിമാനം ഈ അമേരിക്ക ഇറാനെ ആക്രമിച്ച സമയത്ത് അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഒരു വിമാനമാണ് ഈ സൂപ്പർ ഹോർനെറ്റ് വിമാനം എന്ന് പറയുന്നത്. ഇത് US നേവിയുടെ വിമാനമാണ്, എയർഫോഴ്സിന്റെ അല്ല. സാങ്കേതിക തകരാറാണ് കാരണമെന്ന് കരുതുന്നില്ലെന്നും പൈലറ്റിന്റെ പിഴവാണ് കാരണമെന്നും അനുമാനിക്കുന്നു. ഏവിയേഷൻ സേഫ്റ്റി വിദഗ്ധൻ ജെഫ് ഗുസ്റ്റി പറഞ്ഞു. കൂട്ടിയിടിക്ക് ശേഷം വിമാനങ്ങൾ തമ്മിൽ കുടുങ്ങിപ്പോയെന്നും പൈലറ്റുമാർ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അപകട കാരണം എന്തെന്നിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. എല്ലാ വശങ്ങളും പഠിക്കുകയാണെന്നും വിശദമായ അന്വേഷണം നടക്കുന്നുവെന്നും നേവി അറിയിച്ചു. ഇനി ഹാക്കർമാരെങ്ങാനും ഹാക്ക് ചെയ്ത് വിട്ടോ എന്നറിയത്തില്ല. പക്ഷേ സാധാരണയായിട്ട് പല സമയങ്ങളിലായിട്ട് സൈനിക അഭ്യാസം നടക്കുന്ന സമയത്ത് പലയിടത്തും ഇതുപോലത്തെ കൂട്ടിയിടികൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നൊക്കെ അത് റദ്ദ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർമിക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ എയർഫോഴ്സിന്, നേവി ഫോഴ്സിനൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് അമളി തന്നെയാണെന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വിമാനങ്ങൾ പരസ്പരം ഒരുമിച്ച് എത്തുന്നതും
പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കുടുങ്ങി പോകുന്നുണ്ട്, രണ്ടും കൂടെ കൂടി ചേർന്ന് കുടുങ്ങി പോകുന്നുണ്ട്. അവസാനമാണ് അത് കൺട്രോൾ ഇല്ലാണ്ട് താഴോട്ട് വീഴുന്നത്. അപ്പോൾ ഈ ഒരു ഇറാൻ US യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക അഭ്യാസം നടത്തിയ, ഞങ്ങൾ എത്രത്തോളം ക്യാപ്പബിൾ ആണ്, ശക്തരാണെന്ന് സൈനിക അഭ്യാസം നടത്തിയവർക്ക് ഇതൊരു വലിയ അടിയായി പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇറാൻ എങ്ങനെയായിരിക്കണം US നേവിയുടെയും അതേപോലെ തന്നെ US ഹെലികോപ്റ്ററുകളും ഇറാന്റെ അതിർത്തിയിലേക്ക് വരുന്ന സമയത്ത് അതിനെ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ടാക്കിൾ ചെയ്യേണ്ടത് എന്ന സൈനിക അഭ്യാസം സക്സസ്ഫുള്ളി ഇറാൻ കണ്ടക്ട് ചെയ്യുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല കേട്ടോ, ഇറാന്റെ പബ്ലിക് ടെലിവിഷനിൽ വന്നിട്ട് എങ്ങനെയായിരിക്കണം ഒരു AK-47 യൂസ് ചെയ്യേണ്ടത് എന്ന് വരെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ലാർജർ സിവിലിയൻ ആർമീനെ ഇവരെ സെറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ അതിനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിൻ്റെ ഇടയ്ക്കാണ് അമേരിക്കയുടെ ഇത്ര അമളിയും കൂടെ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജിയോ പൊളിറ്റിക്സിൽ ഒരു ബാഡ് മാർക്കായിട്ട് അമേരിക്കക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്.